ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൻ ലേണിംഗ്. ക്രിസ്മസ് എക്സാമിന് മാത്സിൽ നിങ്ങൾ പഠിക്കേണ്ട കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻസും എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വരച്ച് പഠിക്കാൻ പോവാണ്. ഏതൊക്കെയാണ് വരയ്ക്കേണ്ടത് നോക്കുക. ഇതേപോലെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമ്പോൾ സൂപ്പർ ആയിട്ട് ചെയ്യുക, ഫുൾ മാർക്ക് വാങ്ങാം. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, നമുക്ക് സിമിലർ ട്രയാംഗിൾ ചാപ്റ്റർ, സദൃശ ത്രികോണങ്ങളിലെ രണ്ട് കൺസ്ട്രക്ഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതുണ്ട്. നോക്കാം. ഒരെണ്ണം, ഡ്രോ എ ട്രയാംഗിൾ ഓഫ് ആംഗിൾസ് ദ സെയിം ആസ് ദോസ് ഓഫ് ദ ട്രയാംഗിൾ ഷോൺ ആൻഡ് സൈഡ് സ്കെയിൽഡ് ബൈ 1/4. ഈ തന്ന ത്രികോണത്തിന്റെ അതേ കോണുകൾ മാറ്റാൻ പാടില്ല. കോണുകൾ തുല്യമാകുമ്പോൾ നമുക്കറിയാം അത് സദൃശ്യമാണ്, സിമിലർ ആണെന്ന് അറിയാം അല്ലെ. അത് കഴിഞ്ഞാൽ സൈഡ് മാറണം. സൈഡ് സ്കെയിൽ ചെയ്യുന്ന നമ്പർ 1/4 ആണ്. ഇപ്പം തന്നത് 8ഉം 6ഉം 4ഉം ആണ് നമ്മുടെ സൈഡ്. ഈ സൈഡുകളെല്ലാം 1/4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് നമുക്ക് പുതിയ സൈഡുകൾ കണ്ടുപിടിച്ചിട്ട് ആ ചിത്രം വരച്ച ആൻസർ കിട്ടും. അതെങ്ങനെ കണ്ടുപിടിക്കുക? 1/4 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്രഭിന്നം. നമ്മൾ ഇത് മാറ്റി എഴുതാൻ 1 ഗുണിക്കണം 4, ഒരു 4 എന്നിട്ട് ഈ മുകളിൽ കിടക്കുന്ന 1 കൂട്ടുക. 4 1 കൂടെ എത്ര? 5 എന്ന് വരും കേട്ടോ. ആ 5 ഡിവൈഡഡ് ബൈ ഈ ബൈ 4 തന്നെ ഇവിടെയും കൊടുത്താൽ മതി. ഒരു തവണ കൂടെ 1 × 4 ആണ് ഇത്. ആ 4ന്റെ മുകളിലുള്ള 1 കൊണ്ട് പ്ലസ് ചെയ്തിട്ട് 5 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. മിക്സഡ് ഫ്രാക്ഷൻ മാറ്റാൻ അറിയാലോ. ഈ 5/4 വെച്ച് ഈ ആൾക്കാരെ ഒക്കെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് പുതിയതായിട്ട് വരയ്ക്കാൻ പോകുന്ന സൈഡ് എത്രയെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, അതാദ്യം ചെയ്യാം. ഓക്കെ, 8 സെന്റിമീറ്ററിനെ നിങ്ങൾ 5/4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത 8ഉം 4ഉം കൂടെ കട്ട് ചെയ്തിട്ട് ഇവിടെ 2 എന്ന് വരും. 2 × 5 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. രണ്ടാമത്തത് ഇതേപോലെ 6 സെന്റിമീറ്ററിനെ 5/4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത 6 × 5 30 അല്ലെ. 30/4 എന്ന് വരും. എല്ലാം കൂടെ 30യുടെ ഹാഫ് 15, 4ന്റെ ഹാഫ് 2, 15/2 7.5 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ? മൂന്നാമത്തത് 4 സെന്റിമീറ്ററിനെ നമ്മൾ 5/4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ക്യാൻസൽ, ബാക്കി 5 സെന്റിമീറ്റർ. പുതിയതായിട്ട് വരയ്ക്കാൻ പോകുന്ന ട്രയാംഗിളിന്റെ 3 സൈഡ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 10, 7.5, 5 സെന്റിമീറ്റർ. ഇത് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. ട്രയാംഗിൾ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? എന്താ ചെയ്യുക? നമുക്ക് ആദ്യം തന്നെ സ്കെയിലൊക്കെ എടുത്തിട്ട് ഇവർ പറഞ്ഞതുപോലെ ട്രയാംഗിൾ വരയ്ക്കാം. ആദ്യം 10 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ ആദ്യം വരയ്ക്കട്ടോ. സ്റ്റെപ്പ് നമ്പർ 1, 10 സെന്റിമീറ്ററിൽ ഇവർ പറഞ്ഞ പോലെ ഒരു ലൈൻ. ഓക്കെ, 10 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഇതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ ഒരു കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് നമുക്ക് വേണ്ട 7.5 ഇല്ലേ, ആ 7.5നെ കോമ്പസിൽ അളന്നെടുക്കുക. ഇങ്ങനെ ഒരു 7.5 നമുക്ക് വേണ്ട വാല്യൂ കോമ്പസിൽ എടുത്തിട്ട് ഈ സ്കെയിലൊക്കെ മാറ്റി വെച്ച് ഈ അറ്റത്ത് കോമ്പസ് വെച്ചിട്ട് നേരെ നിങ്ങളൊരു ആർക്ക് കട്ട് ചെയ്യുക. സ്കെയിൽ കൊണ്ട് നേരെ വരയ്ക്കരുത് കേട്ടോ. ഇതേപോലെ കോമ്പസിൽ എടുത്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് ആർക്ക് കട്ട് ചെയ്ത് തന്നെ വരച്ചു പഠിക്കണം. ഓക്കെ, ഇങ്ങനെ വരും ഒരു ആർക്ക്. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഈ കോമ്പസ് എടുത്തതുപോലെ തന്നെ നേരത്തെ സ്കെയിലിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. സ്കെയിൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് എത്ര എടുക്കേണ്ടത്? ഈ സ്കെയിലിൽ നമുക്ക് വാല്യൂ എടുക്കാനുണ്ട്. ഇത്തവണ 5 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, 5 സെന്റിമീറ്റർ ആണ് നമുക്ക് സ്കെയിലിൽ മാർക്ക് ചെയ്യാനുള്ളത്. ആ വാല്യൂ ആണ് നമുക്ക് ഇനി മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് 5 സെന്റിമീറ്റർ ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുത്താൽ നമുക്ക് നമ്മുടെ 5 സെന്റിമീറ്റർ കിട്ടും. സ്കെയിൽ ഒന്ന് നീക്കി വെക്കുന്നുണ്ടേ. നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. 5 സെന്റിമീറ്റർ. പോട്ടെ 5 അല്ലേ വേണ്ടത്? ഇതിപ്പോ എത്രയായി? ഓക്കെ, 1 2 3 4 5 ഇത്രയുമാണ് ഉണ്ടാവുക. ഈ അളവ് വെച്ചുകൊണ്ട് ഓക്കെ, അങ്ങനെ രണ്ടെണ്ണവും കോമ്പസിൽ മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ ആർക്ക് കട്ട് ചെയ്താൽ ആൻസർ കിട്ടും. ഈ കിട്ടിയ പുതിയ അളവ് ഇതേപോലെ കോമ്പസിൽ എടുത്തിട്ട് ഒരറ്റത്ത് കറക്റ്റ് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് നമ്മളിതാ ആർക്ക് കട്ട് ചെയ്യുന്നു. കണ്ടോ കട്ട് ചെയ്തേ? ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ഫൈനൽ ആൻസറും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അത് നിങ്ങൾ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്താൽ മതി. ആ 2 ആർക്കും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലത്തേക്ക് സ്കെയിൽ വെച്ച് കറക്റ്റ് ആക്കി ജോയിൻ ചെയ്താൽ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ഇത് ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതേപോലെ വരച്ച് പഠിക്കുക. സ്കെയിൽ എടുക്കുക, ഒരു സൈഡ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി 2 സൈഡ് കോമ്പസിൽ എടുത്ത് വരയ്ക്കുക. ആ പോയിന്റ് ഒന്ന് ഓർത്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കിയൊക്കെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്തോളൂ. ഓക്കെ, ഫിനിഷ് ആക്കട്ടെ. നിങ്ങൾ അത് ചുമ്മാ കണ്ടിരിക്കരുതേ. നമ്മളിങ്ങനെ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളും കൂടെ തന്നെ ഇങ്ങനെ ചെയ്ത് തന്നെ പഠിക്കുക.
അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒക്കെ ചെയ്യാൻ കിട്ടും, ചെയ്യുന്ന സമയത്താണ് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരിക. അതൊക്കെ നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കി ക്ലിയർ ചെയ്യുക കേട്ടോ. വാല്യൂസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചോ. താഴെയുള്ളത് 10 സെന്റിമീറ്റർ, ഇവിടെ ഒരു 7.5 സെന്റിമീറ്റർ, ഇവിടെ ഒരു 5 സെന്റിമീറ്റർ. ഇത്ര വെച്ചാൽ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫിനിഷ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോലെ അടുത്ത ക്വസ്റ്റ്യൻ ഇവർ വരയ്ക്കാൻ പറയുന്നത് എന്താണെന്നറിയോ? ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററൽ ആണ് വരയ്ക്കേണ്ടത്. ആംഗിൾ സെയിം ആണ്, നേരത്തെ പോലെ തന്നെ കോണുകൾ മാറ്റാൻ പറ്റില്ല. സൈഡുകൾ ഇവർ പറഞ്ഞതുപോലെ മാറ്റണം. 1/2 1/2 ടൈംസ് ആണ് സ്കെയിൽ ചെയ്യുന്ന നമ്പർ. 1/2 മാറ്റി പറ. 1/2 മിക്സഡ് ഫ്രാക്ഷൻ നേരത്തെ തവണ മാറ്റി നോക്കാം. 1 × 2 2. ആ 2ന് മുകളിൽ കിടക്കുന്ന 1നോട് കൂട്ടിയ 3, എന്നിട്ടോ /2 തന്നെ. 3/2 1.5 എന്ന് പറഞ്ഞാൽ 3/2 3ന്റെ പകുതി 3/2 വെച്ചിട്ടാണ് നിങ്ങൾ ഈ ആൾക്കാരെ ഒക്കെ മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. 6 3 5 2 4 ഇവരെയൊക്കെ നമുക്ക് 3/2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ആദ്യം നമുക്ക് 6 എടുക്കാം അല്ലെ. 6 3 5 ആരൊക്കെയാ മാറ്റാനുള്ളത്? 6 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 2ഉം 4ഉം ഉണ്ട്. ഇത്രയും ആൾക്കാരെ മാറ്റാനുണ്ട് അല്ലെ. 2 ഉണ്ട്, 4 ഉണ്ട്. ഇവരൊക്കെ നമുക്ക് 3/2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഇൻറ്റു 3/2 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 6 × 3 എന്ന് പറഞ്ഞാൽ 18. 18/2 9 സെന്റിമീറ്റർ എന്ന് വരും ഒരാൾ. അടുത്തത് 3 × 3/2 എത്ര ആൻസർ വരിക? 3 × 3 9 9/2 4.5 സെന്റിമീറ്റർ എന്ന് വരും. എല്ലാ ആൾക്കാരെയും മാറ്റിയാണേ. 5നെ 3/2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 5 × 3 15 ആണ്. 15/2 എന്ന് വരും. 15ന്റെ പകുതി 7.5 സെന്റിമീറ്റർ. ഇനി 2നെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 2 ക്യാൻസൽ. ആൻസർ 3 സെന്റിമീറ്റർ. ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. 4 × 3/2 ഉണ്ട്. 4 × 3 12 ആണ്. 12ന്റെ ഹാഫ് 6 സെന്റിമീറ്റർ. ഈ അളവുകൾ 9 4.5 7.5 3 6 ഈ വാല്യൂസ് വെച്ചിട്ട് നിങ്ങൾ ക്വാഡ്രിലാറ്ററൽ വരച്ചാൽ ഫൈനൽ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. പുതിയതായിട്ട് വരയ്ക്കാൻ പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ. അപ്പൊ മൾട്ടിപ്പിൾ ചെയ്യുന്ന ഈ നമ്പർ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിങ്ങനെ കണ്ടുപിടിക്കുക. ആ നമ്പർ വെച്ച് മൾട്ടിപ്പിൾ ചെയ്തതിന് ശേഷമാണ് പുതിയത് വരയ്ക്കേണ്ടത് കേട്ടോ. അത് മറന്നു പോകരുത്. ആ ഒരു കാര്യം മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. എന്നാൽ നമുക്ക് പുതിയ ചിത്രം വരയ്ക്കല്ലേ. എത്ര വേണ്ടത്? 9ഉം 7.5 4.5. ഇത് വരയ്ക്കുമ്പോഴേ 2 ട്രയാങ്കിൾസ് ആക്കി വരച്ചാൽ മതി. നോക്കിക്കേ, ഈ ക്വാഡ്രിലാറ്ററൽ ഒരുമിച്ച് വരയ്ക്കാൻ ഈ പുറമുള്ളത് ആദ്യം വരയ്ക്കാൻ പോകരുതേ. നിങ്ങൾ ആദ്യം ഈ ട്രയാങ്കിൾ വരയ്ക്കാം, അതിനുശേഷം ഈ ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പൊ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും, ചതുർഭുജം. ഓക്കെ, ഒന്നാമത്തെ ട്രയാങ്കിൾ ആദ്യം വരയ്ക്കാം. വാല്യൂസ് 9 7.5 4.5. സ്കെയിൽ എടുത്തിട്ട് ആദ്യം ഒരു 9 വരച്ചേക്കാം. താഴെ നമുക്ക് ആദ്യം ഒരു 9 സെന്റിമീറ്ററുള്ള ലൈൻ അങ്ങ് വരച്ച് വെച്ചേക്കാം. അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, 9 സെന്റിമീറ്ററുള്ള ഒരു ലൈനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പിന്നെ കോമ്പസ് എടുത്തിട്ട് നമുക്ക് വേണ്ട 2 വാല്യൂസ്. ഏതൊക്കെ നമ്മുടെ 2 വാല്യൂസ്? മാറിപ്പോകരുത്. 7.5ഉം 4.5ഉം. ഈ 2 വാല്യൂസ് നമുക്ക് കോമ്പസിൽ എടുക്കണം എന്നറിയാം. അതുകൊണ്ട് കോമ്പസ് എടുത്തിട്ട് എന്നെ ചെയ്ത് പഠിക്കുക. നോക്കണേ, കോമ്പസ് എടുത്തിട്ട് ഇതേപോലെ കറക്റ്റ് ആക്കി വെച്ചിട്ട് എങ്ങോട്ടേക്ക് എടുക്കണ്ടേ? 7.5 അല്ലേ വേണ്ടേ? റെഡി. അപ്പോൾ 7.5 ആക്കി എടുത്തിട്ട് ഈ അളവ് വെച്ചിട്ട് നമുക്ക് ഒരെണ്ണം വരയ്ക്കാം. ഇങ്ങനെ കോമ്പസ് വെച്ചിട്ട് ഒരു കുഞ്ഞി ആർക്ക് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യുന്നു. കണ്ടോ? അതിനുശേഷം കോമ്പസ് മറ്റേ അറ്റത്ത് വെച്ചിട്ട് നമ്മൾ അളവ് മാറ്റണമല്ലോ. എത്ര അളവ് എടുക്കേണ്ടത്? ഇത്തവണ എടുക്കേണ്ട അളവ് 4.5 ആണ് വേണ്ടത്. നമുക്ക് അതേപോലെ ഒരു 4.5 എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഒന്നെടുത്ത് നോക്കുക. വാല്യൂ 4.5 നോക്കുകയാണേ. ഇതാ 1 2 3 4 4.5. ഓക്കെ, എടുത്തു. ഈ അളവുമായിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇത് തിരിച്ച് ജോയിൻ ചെയ്യുക. നിങ്ങൾ കിട്ടുന്നില്ലേ? എന്തൊക്കെയാ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ലേ? ജസ്റ്റ് നിങ്ങൾ കോമ്പസ് എടുക്കുക. അതേപോലെ പെട്ടെന്ന് എടുത്തിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്ത് വരച്ചാൽ മതി. ആൻസർ ഒക്കെ കറക്റ്റ് ആവും കേട്ടോ. ചെയ്ത് തന്നെ പഠിക്കുക, മിസ്സാക്കരുത്. 5 മാർക്കിനാണ് ഈ ചോദ്യം വരിക. നേരത്തെ ട്രയാങ്കിളിന്റെ ക്വസ്റ്റ്യൻ 3 മാർക്കിനായിരിക്കും ഉണ്ടാവുക. ക്വാഡ്രിലാറ്ററൽ ചോദിച്ചാൽ 4 5 5 തന്നെയാണ് കൂടുതലും ചോദിക്കാറ്. ചില സമയത്ത് 4 മാർക്കിനും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്ത് പഠിക്കണം. യെസ്, ആർക്ക് വരച്ചു. ഇങ്ങനെ 2 ആർക്ക് വരച്ചു കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്കെയിൽ യൂസ് ചെയ്യണം. അപ്പൊ ഒരു ട്രയാങ്കിൾ ഫിനിഷ് ആയി കിട്ടും. ഓക്കെ, ആദ്യം അതങ്ങ് ഫിനിഷ് ചെയ്യാം. ഒരു ട്രയാങ്കിൾ ഫിനിഷ് ചെയ്യേക്കാം. ആയോ? എല്ലാവർക്കും ഫിനിഷ് ആയോ? ഒരു ട്രയാങ്കിൾ ഇങ്ങനെ
ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മളിതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫിനിഷ് ചെയ്ത് വെക്കുന്നു. റെഡി. ഇനി ഇവിടുന്ന് നേരെ താഴത്തേക്കും വരയ്ക്കണ്ടേ, ഇപ്പുറത്തെ ഭാഗത്തേക്കും വരയ്ക്കണ്ടേ, അതും കൂടെ വരച്ചാൽ നമ്മുടെ ട്രയാങ്കിൾ കറക്റ്റ് ആയി കിട്ടും. ഇപ്പൊ ഒരു സൈഡ് വരച്ചു, നമ്മൾ അടുത്ത സൈഡും കൂടെ ഒന്ന് വരച്ചാളാ. ഇതാ ഇവിടുന്ന് ഈ അറ്റത്തേക്ക് കറക്റ്റ് ആക്കി വരച്ച രണ്ടാമത്തെ സൈഡും കിട്ടും. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ രണ്ടാമത്തെ സൈഡ്? ഇങ്ങനെ രണ്ട് സൈഡ് ആദ്യം വരച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാൻ ഒരു ട്രയാങ്കിൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് വരയ്ക്കാൻ പോവാണ്. അടുത്ത ട്രയാങ്കിളിന് വേണ്ട സൈഡുകൾ ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ നോക്കിയാൽ കിട്ടും. ഏതൊക്കെയാണ് വേണ്ടത്? 3ഉം 6ഉം ആണ് ഇനി നമുക്ക് ആവശ്യമുള്ളത്. 3ഉം 6ഉം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3ഉം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 6ഉം കൂടെ വന്നാൽ മതി. അപ്പൊ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. റെഡി, ചെയ്ത് നോക്കാം. സ്കെയിൽ എടുത്തിട്ട് അടുത്ത ബാക്കി ഭാഗം കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. നോക്കാം. ഒരു 6 വേണ്ടേ? കോമ്പസ് എവിടെ? കോമ്പസ് എടുത്തിട്ട് നമുക്കിതാ ഇതിന്റെ മുകളിൽ കോമ്പസ് ഒക്കെ വെച്ചിട്ട് 6 കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. 1 2 3 4 5 6. ഓക്കെ, മാർക്ക് ചെയ്യുന്നു. ഈ വാല്യൂ വെച്ചിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അടുത്ത ആളെ വരയ്ക്കുക. നെക്സ്റ്റ് ആർക്ക് വരയ്ക്കാൻ പോവാണേ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അടുത്ത ആള് കണ്ടോ? അടുത്ത ആളെ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടെ നമുക്ക് വരയ്ക്കാല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരെണ്ണം കൂടെ വരണ്ടേ, ഒരു ചരിഞ്ഞ വര വരണ്ടേ. അത് 3 സെന്റിമീറ്റർ അല്ലായിരുന്നോ? ആ 3 സെന്റിമീറ്റർ ആണ് അടുത്ത് വരയ്ക്കേണ്ടത്. നോക്കണേ, വാല്യൂ മാറിപ്പോവരുതേ. ഈ 3 സെന്റിമീറ്റർ ആണ് അടുത്തത് വരേണ്ടത്. ആ 3യും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. സ്കെയിൽ എടുത്തിട്ട് സ്കെയിൽ എടുത്തതാ കൊണ്ടുവെക്കുന്നു. 3 സെന്റിമീറ്റർ ആണ് നമുക്ക് ആവശ്യം. കോമ്പസ് എടുത്തിട്ട് കോമ്പസിൽ 3 സെന്റിമീറ്റർ. റെഡി, നോക്കട്ടെ, വാല്യൂ നോക്കട്ടെ. ഇതാ ഇങ്ങനെ 3 സെന്റിമീറ്റർ കോമ്പസിൽ കറക്റ്റ് ആക്കി എടുക്കുന്നു. അതിനുശേഷം ഇത് ഈ അറ്റത്ത് വെക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക. കണ്ടോ? കട്ട് ചെയ്തേ. അതിനുശേഷം കോമ്പസ് എടുത്ത് ഒഴിവാക്കുന്നു. ജോയിൻ ചെയ്താൽ ആൻസർ കഴിഞ്ഞു. പ്രോബ്ലം സോൾവ് ആയി. നമ്മുടെ ഫുൾ മാർക്ക് അടിക്കാൻ പോവാണ്. ഇത് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാൻ ഇനി ജോയിൻ ചെയ്യണ്ടേ. ഇതൊക്കെ ജോയിൻ ചെയ്തുണ്ടാക്കണ്ടേ. മിസ്സാക്കരുത്. നല്ല അടിച്ചു പൊളി. എടാ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒന്നും എടുക്കാൻ മറക്കരുതേ. അതിന് അവസാനം ഇതൊക്കെ വരയ്ക്കുന്ന ചോദ്യമൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് വരയ്ക്കാൻ ടൂൾസ് ഇല്ലാന്നും പറഞ്ഞിരിക്കരുതേ. ഒന്നും മറന്നു പോകരുത്. എല്ലാം കറക്റ്റ് കൊണ്ടുപോവുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. അതേപോലെ ഒരെണ്ണം കൂടെ വരയ്ക്കാനുണ്ട്. ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് ഈ അറ്റത്തേക്കും കൂടെ ഒരു ലൈൻ വരയ്ക്കാനുണ്ട്. അതും കൂടെ വരച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഫിനിഷായി. ഓക്കെ, ജോയിൻ ചെയ്യട്ടെ. ഇവിടുന്ന് കൂടെ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഫിനിഷ്. ഇതാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ. ഈ വരച്ച് വെച്ച ക്വാഡ്രിലാറ്ററിന്റെ പുതിയ സൈഡുകളൊക്കെ ഒന്ന് പരീക്ഷയ്ക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഏതൊക്കെയാണ് പുതിയതായിട്ട് വന്ന സൈഡ്? താഴെ ഉള്ളത് 9 സെന്റിമീറ്റർ. ഇവിടെ ഉള്ളത് എത്രയാ? 4.5 സെന്റിമീറ്റർ. ഇത് 7.5 സെന്റിമീറ്റർ. ഇവിടെ 3 സെന്റിമീറ്റർ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 6 സെന്റിമീറ്റർ. ഇങ്ങനെ എല്ലാ പുതിയ വാല്യൂസും മാർക്ക് ചെയ്ത് വെക്കുക. അതോടുകൂടെ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആക്കി ചെയ്തിട്ടുണ്ടാവും. ഓൾ സെറ്റ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇനി നോക്കാനുള്ളത് പാരലൽ ലൈൻസ് ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം നമ്മൾ ചെയ്ത് പഠിക്കുക. കാരണം കുറച്ച് കഴിഞ്ഞ സെക്ഷനിലെ ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് അവിടുത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ ആ ഭാഗത്ത് നിന്ന് വരയ്ക്കാൻ വന്നാൽ നമുക്ക് മാർക്ക് പോകണ്ട. ഒരൊറ്റ ചോദ്യം നിങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഒന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 17 സെന്റിമീറ്റർ ആൻഡ് സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 5:3. ചുറ്റളവ് 17 സെന്റിമീറ്ററും വശങ്ങൾ 5:3 എന്ന അംശബന്ധത്തിലുമായ ചതുരം വരയ്ക്കാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന റെക്ടാംഗിളിന്റെ പെരിമീറ്റർ 17 അല്ലേ? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ 17ന്റെ പകുതി എടുക്കുക. എത്ര ഉണ്ടോ നമുക്ക്? 8.5 വരില്ലേ? 8 8 16 0.5 കൂടെ ഒന്നുമില്ലേ? 17. 8.5ൽ ഒരു ലൈൻ വരച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഇനി ഇതേ ക്വസ്റ്റ്യൻ ട്രയാങ്കിൾ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ പെരിമീറ്റർ എന്താണോ അവർ തരുന്നത് ആ പെരിമീറ്റർ തന്നെ വരച്ച് ചെയ്താൽ മതി. റെക്ടാങ്കിൾ ആവുന്ന സമയത്ത് എത്രയാണോ പെരിമീറ്റർ ചുറ്റളവ് തന്നതിന്റെ പകുതി വരച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. ഓർമ്മയില്ലേ നമ്മൾ പണ്ട് ചെയ്യുന്നത്? അങ്ങനെ നിങ്ങൾ വരച്ചാൽ ആൻസർ വരാൻ പോകുന്ന നോക്കിക്കോണേ. ആദ്യം വരയ്ക്കേണ്ടത് 8.5 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കട്ടെ. 8.5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ ആദ്യം വരച്ചു വെക്കുക. ഓക്കെ, അത് വരച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഇവരൊരു റേഷ്യോ തരുന്നില്ലേ ക്വസ്റ്റ്യനിൽ? ഏതാ റേഷ്യോ തന്നെ? 5:3. ആ 5ഉം 3യും കൂടെ പ്ലസ് ചെയ്താൽ 8 എന്ന് കിട്ടൂലേ? റേഷ്യോ ആഡ് ചെയ്ത് കിട്ടുന്ന ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ചിട്ട് മുകളിലേക്ക് വരയ്ക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 8 സെന്റിമീറ്ററിൽ നമുക്കൊരു ലൈന് ചരിച്ച് വരച്ചു വെക്കാം. കാണുന്നില്ലേ? എല്ലാവരും കാണുന്നില്ലേ? 8 സെന്റിമീറ്ററിൽ ഇങ്ങനെ ഒരു ലൈന് ചരിച്ച് വരയ്ക്കുന്നു.
ആ വരച്ച് വെച്ചതിന് ശേഷം ചെയ്യേണ്ട പരിപാടി എന്താ ചെയ്യേണ്ടത്? ആ വരച്ച് വെച്ചത് 8 എന്ന് പറയുന്നത് നമുക്ക് വേണ്ട 2 കഷ്ണമാക്കുക. ഏതൊക്കെയാ? 5:3 അതുകൊണ്ട് ഒരു പീസ് 5 സെന്റിമീറ്റർ വരെ കറക്റ്റ് ഒരു കഷ്ണം, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബാക്കിയുള്ളത് 3. ഇങ്ങനെ 2 കഷ്ണമാക്കി മാറ്റാം. നോക്കണേ, ഇവിടം വരെ 5 സെന്റിമീറ്ററും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3 സെന്റിമീറ്ററും ആക്കി നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ അറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് വെക്കാം. അടുത്ത സ്റ്റെപ്പ് കണ്ടോ? ഏതാ ജോയിൻ ചെയ്യണ്ടേ? ഈ അറ്റങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കലാണ് അടുത്ത സ്റ്റെപ്പ്. ജോയിൻ ചെയ്യട്ടെ, നിങ്ങളും ജോയിൻ ചെയ്യൂലേ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പാരലൽ വരയ്ക്കുന്ന സ്റ്റെപ്പാ. എവിടെയാ പാരലൽ വരയ്ക്കുക? ഈ വെച്ച ലൈനിന്റെ മുകളിൽ സെറ്റ് സ്ക്വയർ ഒക്കെ വെച്ചിട്ടോ പാരലൽ വരയ്ക്കാം. ഓർമ്മയുണ്ടോ എന്തൊക്കെ ചെയ്തതെന്ന്? ഇങ്ങനെ സെറ്റ് സ്ക്വയർ ഒക്കെ എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് സെറ്റ് സ്ക്വയർ ഇതിന്റെ മുകളിൽ കറക്റ്റ് ആക്കി നമ്മൾ ഇങ്ങനെ വെക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ 2 ലൈൻ ഉള്ളത് പോലെ തോന്നുന്ന പോലും ചെയ്യില്ല. കറക്റ്റ് ഒരു ലൈൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ സ്കെയിലും വെക്കാറില്ലേ? ഈ ഭാഗത്ത് സ്കെയിൽ ഇങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്യും. എന്തിനാ സ്കെയിൽ വെക്കുന്നത്? അല്ലെങ്കിൽ അത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ചരിഞ്ഞു പോയാലോ? സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് സ്കെയിൽ അവിടെ അമർത്തി വെക്കുക. എന്നിട്ട് സെറ്റ് സ്ക്വയർ ഇങ്ങനെ നീക്കി കൊണ്ടുപോയിട്ട് നമ്മുടെ പോയിന്റ് വരെ ഇങ്ങനെ നീക്കി കൊണ്ടുപോവാം. ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് താഴത്തേക്ക് ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കാം. കണ്ടോ വരച്ചേ? ഇങ്ങനെ കറക്റ്റ് താഴത്തേക്ക് വരയ്ക്കുക. ഇനി സെറ്റ് സ്ക്വയറും സ്കെയിലും ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കേ. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഈ താഴെയുള്ള സൈഡിലെ നമ്മൾ വരച്ച 8.5 ആ സൈഡ് ഇപ്പൊ 2 പീസായിട്ട് ഡിവൈഡ് ആയി. അത് ഡിവൈഡ് ആയ റേഷ്യോ ഇത് 5:3 ആയതുകൊണ്ട് ഇവിടെയും 5:3 ആയിരിക്കും. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത് പാരലൽ ലൈൻസിന്റെ അകത്താണ് നമ്മൾ ഇങ്ങനെ വരുന്നത്. ഇവിടെ കട്ടാവുന്ന റേഷ്യോ എന്താണോ അതേ റേഷ്യോയിലാണ് പാരലൽ ലൈൻസിന്റെ അകത്ത് ഏതൊക്കെ ലൈൻ വരച്ചാലും കട്ടാവുന്ന റേഷ്യോ സെയിം ആയിരിക്കും. താഴെയും 5:3 എന്ന് കിട്ടി. ഇനി നിങ്ങൾ ഇതൊരു റെക്ടാംഗിൾ ആക്കി മാറ്റിയാൽ മതി. ഇതിനെങ്ങനെ റെക്ടാംഗിൾ ആക്കുക? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് അവിടെ നിൽക്കട്ടെ, ഈ ബാക്കിയുള്ള ഭാഗം കോമ്പസിൽ എടുത്തിട്ട് ഒന്ന് മാറ്റി വരച്ചാൽ മതി. നിങ്ങൾ ലെങ്ത് ആക്കിയിട്ട് ഒരു സൈഡ് അവിടെ വെക്കുക, മറ്റേ സൈഡ് മാറ്റി വരച്ചാൽ നമ്മുടെ പരിപാടി കഴിയും. ഇങ്ങനെ അളവ് എടുത്തിട്ട് ഈ അളവ് കറക്റ്റ് ആയിട്ട് ഈ അറ്റം വരെയുള്ള അളവ് കറക്റ്റ് എടുത്തിട്ട് അത് വെച്ചുകൊണ്ട് നമുക്ക് മാറ്റി വരച്ച ആൻസർ കിട്ടും. ഓക്കെ, ഒന്ന് മാറ്റി വരച്ചു നോക്കുക. ഈ അറ്റത്ത് കോമ്പസ് വെക്കുന്നു, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ആർക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. റെഡി? ആ കട്ട് ചെയ്ത ആർക്കിന്റെ മുകളിലേക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് 90 ഡിഗ്രിയിൽ നേരെ ഒരു വര വരയ്ക്കണേ. അപ്പൊ 90 ഡിഗ്രി കിട്ടാൻ നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്താൽ പോരെ? സെറ്റ് സ്ക്വയർ വെച്ചിട്ട് 90 ഡിഗ്രി കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് വരയ്ക്കാം. നോക്കിക്കോ, 90 ഡിഗ്രിയിൽ കൃത്യമാക്കി 90 ഡിഗ്രി വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് റെഡി വരച്ചാലോ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് വരച്ച നിങ്ങളോട് അവർ വരയ്ക്കാൻ പറഞ്ഞ ഒരു സൈഡ് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. കണ്ടോ? ഒരു സൈഡ് കിട്ടി. ഇതേ പരിപാടി സെയിം പരിപാടി നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ചെയ്യുക. അളവ് മാറ്റണ്ട, നമ്മൾ നേരത്തെ എടുത്ത അതേ അളവ് കോമ്പസിൽ ഇവിടെ കറക്റ്റ് വെച്ചിട്ട് അതേപോലെ ഒരെണ്ണം ഈ താഴത്തെ ഭാഗത്തും ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അളവ് മാറ്റരുതേ, നേരത്തെ വരച്ച അതേ അളവ് തന്നെ. എന്നിട്ട് ഇവിടുന്ന് താഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഒരെണ്ണം കൂടെ വരയ്ക്കാം. ഇവിടുന്ന് നമുക്കൊരു 90 ഡിഗ്രിയിൽ നേരെ താഴത്തേക്ക് ഒരു ലൈനും കൂടെ വരച്ചു വെക്കാം. ഇനി ഈ 2 ലൈൻസും കൂടെ ജോയിൻ ചെയ്ത നമ്മുടെ റെക്റ്റാംഗിൾ ഫിനിഷ് ആവും. ഈ കട്ട് വന്ന 2 പോയിന്റ്സ് ഇല്ലേ, അത് രണ്ടും കൂടി അങ്ങോട്ട് ജോയിൻ ചെയ്ത് വരച്ച നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞ റെക്റ്റാംഗിൾ ഫിനിഷ് ആവും. റെഡി? ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞ റെക്റ്റാംഗിൾ. കറക്റ്റ് ഫിനിഷ് ചെയ്യണേ, ഇവിടെ വരെ ഉണ്ടാവും, കറക്റ്റ് ഫിനിഷ് ചെയ്യുക. ഇങ്ങനെ ഒരു റെക്റ്റാംഗിൾ ആണ് വരയ്ക്കാൻ പറഞ്ഞത്. അതിന്റെ സൈഡിന്റെ റേഷ്യോ എന്തായിരിക്കും? ഇത് 5:3. അപ്പൊ ഇവിടെയും 5:3. ഈ 3 അല്ലേ ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചേ, അപ്പൊ ഇതും 5:3 തന്നെയായിരിക്കും സൈഡിന്റെ റേഷ്യോ. പോരാത്തതിന് ഇതിന്റെ പെരിമീറ്റർ എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 17 കറക്റ്റ് കിട്ടും. കാരണം എന്താ? ഇങ്ങനെ ഇവിടെ തൊട്ട് ഇവിടം വരെ 8.5. അതുകൊണ്ട് ഇത്രയും 8.5, ബാക്കി ഇങ്ങോട്ടേക്ക് വേറെ ഒരു 8.5. രണ്ടും കൂടെ ചേർത്താൽ നമുക്ക് വേണ്ട ആൻസർ പെരിമീറ്ററും കിട്ടും. ഈ രീതിയിൽ നമുക്കിത് സോൾവ് ചെയ്യാം കേട്ടോ. ഇനി ട്രയാംഗിൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതേപോലെ 3 കഷ്ണമാക്കി മാറ്റും. എന്നിട്ട് നിങ്ങൾ ഒരു ഭാഗമല്ലേ മാറ്റി വരച്ചേ, അതിന് പകരം 2 ഭാഗം മാറ്റി വരയ്ക്കേണ്ടി വരും. ട്രയാംഗിളിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങളും ചെയ്തു പഠിച്ചിരുന്നു, ട്രയാംഗിൾ ആക്കി വരയ്ക്കുന്നതും. അപ്പൊ അത് മറക്കരുത്. റഫാക്കി പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ട്രയാംഗിൾ ഇങ്ങനെ നമുക്ക് റേഷ്യോ 3 റേഷ്യോ ആയിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് അതിൽ ഒരു സൈഡ് നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് ഇങ്ങോട്ട് മാറ്റി കട്ട് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് ഇവിടേക്ക് മാറ്റി കട്ട് ചെയ്യും. എന്നിട്ട് അത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ട്രയാംഗിൾ കിട്ടും. ട്രയാംഗിൾ ആകുമ്പോൾ അങ്ങനെ 2 സൈഡ് മാറ്റി വരയ്ക്കാനുണ്ടാവും. സ്ക്വയർ റെക്ടാംഗിൾ ഒക്കെ വരയ്ക്കുമ്പോൾ ഇതേപോലെ ഒരു സൈഡേ മാറ്റി വരയ്ക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ ചെയ്ത് പഠിക്കുക കേട്ടോ, മിസ്സാക്കരുതേ. വന്നാൽ എന്തായാലും ചെയ്യാം. ഒരൊറ്റ ചോദ്യം കൂടെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കണം. അത് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് വരും. അത്രയ്ക്ക് ഷുവർ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അത് ഏത് ചാപ്റ്ററിൽ അറിയോ?
സർക്കിൾസ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സർക്കിൾസ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണ് വരുന്നത്? നമുക്ക് ബ്രിഡ്ജ് മെറ്റീരിയലാണ് വൃത്തങ്ങൾ ചാപ്റ്റർ വരുന്നത്. അതിൽ സർക്കം സർക്കിൾ പരിവൃത്തം വരയ്ക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കിയേ ക്വസ്റ്റ്യൻ. Two sides of a triangle are 7 centimeters and 6 centimeters and the angle between them is 60 degree. രണ്ട് സൈഡ് 7ഉം 6ഉം ആണ്. അതിന്റെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. അങ്ങനെ ഒരു ട്രയാങ്കിൾ ആദ്യം വരയ്ക്കാം. എന്നിട്ട് ആ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ വരയ്ക്കാം. അതിന്റെ പരിവൃത്തം. ഇതാണ് ചോദ്യം. നമുക്ക് ആദ്യം ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിളിന് വേണ്ടി അവർ പറഞ്ഞ സൈഡ് ഏതൊക്കെയാ? ഒരു സൈഡ് 7 സെന്റിമീറ്റർ ആണ്. അത് ആദ്യം വരച്ചേക്കാം. 7 സെന്റിമീറ്റർ ഉള്ള ഒരു സൈഡ് വേണം. ഓക്കെ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സൈഡ് 6 ആണ് പറഞ്ഞത്. പക്ഷെ 6 ആദ്യം വരയ്ക്കാൻ പോണ്ട. അവർ പറഞ്ഞത് എന്താ? അതിന്റെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി വരണം. അതുകൊണ്ട് ഒരു പ്രൊട്രാക്ടർ എടുത്തിട്ട് നമുക്ക് ആ 60 ഡിഗ്രി ആദ്യം ഒന്ന് സെറ്റ് ആക്കാം. നോക്കേ, ഇതാ ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ട് ഒരു 60 ഡിഗ്രിയിൽ നമുക്കൊരു ആംഗിൾ വരയ്ക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ സ്കെയിലൊക്കെ എടുത്തിട്ട് ബാക്കി വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, വരച്ചു നോക്കട്ടെ. എത്ര ഡിഗ്രിയാ? 60 ഡിഗ്രി. ഓക്കെ, 60 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. കണ്ട, 60 ഡിഗ്രി കൃത്യമാക്കി വരച്ചു. ഇനി ആ വര മാത്രം പോരാ. നമുക്ക് എത്ര വേണം? നമുക്ക് വേണ്ടത് 6 സെന്റിമീറ്റർ വേണം. നിങ്ങൾ ആ വരച്ച് വെച്ച 60 ഡിഗ്രി, ഇവിടെ ഉള്ളത് 60. ഇനി സ്കെയിൽ എടുത്തിട്ട് അത് നീട്ടി വരച്ച് 6 സെന്റിമീറ്റർ കറക്റ്റ് ആക്കി കൊടുക്കും. അങ്ങനെയാണെങ്കിലേ നമുക്ക് ആൻസർ റെഡി ആവുള്ളൂ. ഈ വരച്ച് വെച്ചത് മുഴുവനല്ല. നമുക്ക് എത്രയാണ് വേണ്ടത്? നമുക്ക് 60 ഡിഗ്രിയും 6 സെന്റിമീറ്റർ വേണം. ഇപ്പൊ എത്രയല്ല ഉള്ളത്? ഇപ്പൊ ഉള്ളത് നമ്മൾ ഒരു 3 സെന്റിമീറ്റർ ഒക്കെ എത്തിയിട്ടുള്ളൂ. കുറച്ചുകൂടി ഒന്ന് നീട്ടി വരയ്ക്കാനുണ്ട്. ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടി ഒന്ന് നമുക്ക് നീട്ടി വരച്ച ആൻസർ എത്ര വരും? വരച്ചു നോക്കട്ടെ. ഇതിങ്ങനെ നീട്ടിയിട്ട് ആ അറ്റത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ എത്തിക്കുന്നു. റെഡി. ഇതാ ഇവിടെ വരെ എത്തിക്കുന്നു. ഇപ്പൊ ഇത് 6 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്കും ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് 7 സെന്റിമീറ്ററിൽ നമ്മൾ കൊടുത്ത 7 സെന്റിമീറ്റർ. വാല്യൂസ് നമുക്ക് ലാസ്റ്റ് മാർക്ക് ചെയ്യാം. നമുക്ക് ഇതിന്റെ അകത്ത് കുറെ വരകൾ ഇനിയും വരയ്ക്കാനുണ്ട്. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവണ്ട. ലാസ്റ്റ് മാർക്ക് ചെയ്യുക വാല്യൂസ് ഒക്കെ. ഓക്കെ, അപ്പൊ രണ്ട് സൈഡ് സെറ്റ് ആയി. ഇനി ഇത് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് വെച്ചാൽ മതി. അതോടുകൂടെ ട്രയാങ്കിൾ ഫിനിഷ് ആവും. 6 ആയി 7 ആയി. ഇനി ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കട്ടെ. ട്രയാങ്കിൾ ഫിനിഷ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാം. ഇപ്പൊ എല്ലാവരും ട്രയാങ്കിൾ ഫിനിഷ് ചെയ്തല്ലോ. ട്രയാങ്കിൾ വരയ്ക്കാൻ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ 2 സൈഡും ആംഗിളും വെച്ചിട്ടാണ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ 3 സൈഡ് ആയിരിക്കും തരിക, അല്ലെങ്കിൽ ഒരു സൈഡും അതിന്റെ എൻഡിലുള്ള 2 ആംഗിൾസ് ആയിരിക്കും തരിക. എങ്ങനെ തന്നാലും നിങ്ങൾ ആദ്യം ട്രയാങ്കിൾ വരച്ചു കൊടുക്കുക. ട്രയാങ്കിൾ കഴിഞ്ഞതിന് ശേഷം ബാക്കി ചെയ്താൽ മതി, അല്ലെങ്കിൽ എല്ലാം കൂടെ മാറിപ്പോട്ടോ. ഓക്കെ, ഈ അറ്റത്തുനിന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് വെക്കാം. ട്രയാങ്കിൾ ഫിനിഷായി. ഈ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ പരിവൃത്തമാണ് വരയ്ക്കേണ്ടത്. എങ്ങനെയാണ് പരിവൃത്തം വരയ്ക്കുക? കോമ്പസ് ഒക്കെ എടുത്ത് ആർക്കൊക്കെ കട്ട് ചെയ്താണ് നമ്മൾ ഈ പരിപാടി ചെയ്യാം. നോക്കി ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കോമ്പസ് എടുത്തിട്ട് ഒരറ്റത്ത് കോമ്പസ് വെക്കുക. ഏതെങ്കിലും ഒരു സൈഡ്, ഞാൻ ഇതാ ഈ 7 സെന്റിമീറ്റർ സൈഡ് എടുത്തു. ഇതിന്റെ ഒരു അറ്റത്ത് കോമ്പസ് വെച്ചിട്ട് പകുതിയിൽ കൂടുതൽ ഇങ്ങനെ മോർ ദാൻ ഹാഫ് കുറച്ച് നീട്ടിയെടുക്കുക. പകുതിയിൽ കൂടുതൽ. എന്നിട്ട് നമുക്ക് ആർക്ക് വരയ്ക്കട്ടെ. ഒരാർക്ക് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ താഴത്തെ ഭാഗത്തും നമ്മൾ അതേപോലെ ആർക്ക് കട്ട് ചെയ്യുന്നു. കണ്ടോ? ഇനി നിങ്ങൾ ഈ കോമ്പസിനെ ഇപ്പുറത്തെ ഭാഗത്ത് ഈ അറ്റത്ത് കൊണ്ടുവെക്കുക. അളവ് മാറ്റരുത്. നിങ്ങൾ ഇപ്പൊ എടുത്ത അളവ് എത്രയാണോ അതേ അളവ് തന്നെ തിരിച്ചതാ ഇങ്ങനെ കട്ട് ചെയ്യുക. ഈ താഴത്തെ ഭാഗത്തും കട്ട് ചെയ്യുക. കണ്ടോ? കട്ട് ചെയ്തേ. അത് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്ത് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്ക് കിട്ടുന്ന ആളാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭാജി. സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് വരച്ച് നോക്കാം. നോക്കേ, ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതാ ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് വരച്ച നമുക്കൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. ഇയാളെ പേരെന്താ? ലംബ സമഭാജി. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരേ ലെങ്ത് ആയിരിക്കും. ഇത് 90 ഡിഗ്രി ഉണ്ടാവും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇതേപോലത്തെ ഒരാളെയും കൂടെ വരയ്ക്കണം. നമുക്ക് ഈ സൈഡിലും നമുക്ക് ഇതേ പരിപാടി ചെയ്ത് നോക്കാം. കോമ്പസ് എടുത്തിട്ട് പകുതി കൂടുതൽ വെച്ചിട്ടില്ലേ, ഇതേ പരിപാടി തന്നെ ചെയ്യാണ്. കോമ്പസ് എടുക്കുന്നു, ഒരറ്റത്ത് കോമ്പസ് വെക്കുന്നു. നേരത്തെ എടുത്ത അതേ അളവൊന്നും വേണ്ട. ഇപ്പൊ എടുത്ത സൈഡിന്റെ മോർ ദാൻ ഹാഫ് വന്നാൽ മതി. ഇങ്ങനെ കോമ്പസ് വെച്ചിട്ട് കുറച്ചൊന്ന് നീട്ടി വരയ്ക്കാം. ഇങ്ങനെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ഒരറ്റത്തേക്ക്, ഏതെങ്കിലും ഒരറ്റത്ത് നമ്മൾ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ മറ്റേ ഭാഗത്തും നമുക്ക് അതേപോലെ വരച്ചൂടെ? സെയിം പരിപാടി അപ്പുറത്തെ ഭാഗത്തും കൊണ്ടുപോയി വരയ്ക്കുന്നു. അങ്ങനെ വരച്ചാല് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒരാർക്ക് ഇവിടെയും വരയ്ക്കാൻ പറ്റും. വരച്ചില്ലേ?
അത് കഴിഞ്ഞതാ ഇപ്പുറത്തെ ഭാഗത്ത് തിരിച്ചു കൊണ്ടുപോയി വെക്കുന്നു. ഈ വരച്ചതിനെ തിരിച്ച് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യട്ടെ, ദാ ഇങ്ങോട്ട് കട്ട് ചെയ്യുന്നു. അതേപോലെ ദാ ഈ താഴത്തെ ഭാഗത്തും തിരിച്ച് കട്ട് ചെയ്യുന്നു. കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും നമ്മൾ ആർക്ക് കട്ട് ചെയ്തു, ചാപം വരച്ചു. ഇനി ഇത് തമ്മിൽ നീട്ടി വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലംബ സമഭാജി അടുത്ത ആളെ കിട്ടും. അടുത്ത ബൈസെക്ടർ കിട്ടാൻ ചെയ്യേണ്ട പരിപാടി ഇതാ, ഈ രണ്ടാൾക്കാരെയും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുക. രണ്ട് ബൈസെക്ടറും കൂടെ കൃത്യമാക്കി ജോയിൻ ചെയ്തിട്ട് ഇതാ ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ട് ജോയിൻ ചെയ്ത് വരച്ച നമുക്ക് ആ ചിത്രം കിട്ടും. ഓക്കെ, ഇതാ കണ്ടോ വരയ്ക്കുന്നത്? ഇത് തമ്മിലാണ് ജോയിൻ ചെയ്ത് വരയ്ക്കേണ്ടത്. വരയ്ക്കുകയാണെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ട് ബൈസെക്ടറും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കണ്ടോ? ഇതാണ് നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന നമ്മുടെ സർക്കിളിന്റെ സെന്റർ ആയിട്ട് വരിക. ഇതാണ് സർക്കിളിന്റെ സെന്റർ. ഇനി റേഡിയസ് എവിടേക്ക് വരിക എന്നറിയോ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. ഈ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ആക്കി എടുക്കേണ്ടത്. കോമ്പസ് വെച്ച് ചെയ്ത് നോക്കാം. കോമ്പസ് എടുത്തിട്ട് നമുക്ക് ആ അളവൊക്കെ കറക്റ്റ് ആക്കി എടുത്തിട്ട് ചിത്രം വരച്ചു നോക്കാം. നോക്കണേ, യെസ്, കോമ്പസ് എടുത്തിട്ട് കറക്റ്റ് സെന്ററിൽ കറക്റ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് വേണ്ട ആ ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി എടുക്കുന്നു. കണ്ടോ, റേഡിയസ് ആക്കി എടുത്തേ. എന്നിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ അതായിരിക്കും നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞ സർക്കിൾ. ഫിനിഷ് ചെയ്യണേ സർക്കിള്. ഇതാ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ടൊരു സർക്കിൾ കണ്ടോ കിട്ടിയേ? 3 പോയിന്റിൽ കൂടെയും കറക്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന, ഇങ്ങനെ കറക്റ്റ് വേർട്ടെക്സിൽ കൂടെ മുട്ടിക്കൊണ്ട് പോകുന്ന ഒരു സർക്കിൾ കിട്ടും. ഈ സർക്കിളിനെയാണ് നമ്മൾ വിളിക്കുന്ന പേര് സർക്കം സർക്കിൾ അഥവാ പരിവൃത്തം എന്ന് വിളിക്കും. ഇനി നിങ്ങൾ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കട്ടെ. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ക്വസ്റ്റ്യനിൽ ഈ ആൻസർ പേപ്പറിൽ നമുക്ക് അവിടെ 7 സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ 60 ഡിഗ്രി ഉണ്ട്. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ അടിപൊളി. ഇനി ട്രയാംഗിളിൽ പേരൊക്കെ കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ. ABC എന്ന് ട്രയാംഗിളിൽ പേരും കൊടുത്തു. റെഡിയാണോ? 5 മാർക്കിനാണ് സർക്കം സർക്കിളിലെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരാറ്. അപ്പം മിസ്സാക്കരുത്. ഇത്രയും ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. എക്സാമിന് പോകുന്നതിന് മുൻപ് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും വരച്ച് പഠിച്ചിട്ട് പോയാൽ മതി. ചോദ്യത്തിൽ ഒരു 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് കൺസ്ട്രക്ഷൻ ഉണ്ടാവും. വരയ്ക്കണം, മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, എല്ലാവർക്കും ചെയ്ത് പഠിച്ചതൊക്കെ നമ്മൾ ഇന്ന് ചെയ്തെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ബാക്കി നമ്മൾ ഈവനിങ് വൈകിട്ട് 7 മണിക്കുള്ള ലൈവ് സെക്ഷൻ ഉണ്ടാവും, മെഗാ മാരത്തോൺ ഉണ്ടാവും. മാത്സിലെ കംപ്ലീറ്റ് ചാപ്റ്റർ നമുക്ക് ചെയ്ത് പഠിക്കണം. എല്ലാവരും ലൈവിൽ വരിക. ബാക്കി നമുക്ക് ലൈവിൽ കാണാം. ഓക്കെ.